അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ദുറൂസുൽ അഖായിദിലെ 7ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠം ഒന്ന് മനസ്സിലാക്കാം. അൽ വഹ്ദത്തുസ്സാബിഅ, 7ാമത്തെ പാഠം ഹുദൽ ലിന്നാസ്. നാം ഈ പാഠത്തിൽ കിതാബുകളെക്കുറിച്ചും ഏടുകളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. ഈ പാഠം നമുക്കൊരു ചോദ്യത്തിലൂടെ തന്നെ ആരംഭിക്കാം. അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യൻ എങ്ങനെ അറിയും? എങ്ങനെയാണ് അറിയുക? മുർസലുകളിലൂടെയാണ് അറിയുക. അതിനാണ് അല്ലാഹു തആല മുർസലുകളെ നിയോഗിച്ചത്. അവരിൽ ചിലർക്ക് കിതാബുകൾ നൽകി. ഇനി അടുത്തൊരു ചോദ്യം, എത്ര കിതാബുകളാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്? 4 കിതാബുകളും 100 ഏടുകളും അല്ലാഹു തആല അവതരിപ്പിച്ചു. ആ കിതാബുകളുടെ പേര് നമുക്കൊന്ന് നോക്കാം. തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനുമാണ് കിതാബുകൾ. അപ്പോൾ ചോദ്യം ചോദിക്കും, അപ്പോൾ എഴുതണം കേട്ടോ. 1 തൗറാത്ത്, 2 ഇഞ്ചീൽ, 3 സബൂർ, 4 ഖുർആൻ. ഇനി ഏടുകൾ നോക്കാം. അപ്പോൾ ഏതൊക്കെ നബിമാർക്ക് എത്ര ഏടുകൾ നൽകി അത് അറിഞ്ഞിരിക്കണം. ആദം അലൈഹിസ്സലാമിന് 10 ഏടുകൾ, ഷീസ് നബി അലൈഹിസ്സലാമിന് 50 ഏടുകൾ, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് 30 ഏടുകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 10 ഏടുകൾ. ചോദ്യം ചോദിക്കും, ആദം അലൈഹിസ്സലാമിന് എത്ര ഏടുകൾ നൽകി, ഷീസ് നബി അലൈഹിസ്സലാമിന് എത്ര ഏടുകൾ നൽകി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എഴുതണം. ഇനി അടുത്തൊരു ചോദ്യം, ഏറ്റവും കൂടുതൽ ഏടുകൾ ലഭിക്കപ്പെട്ട നബി ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ എഴുതേണ്ടത് ഷീസ് നബി അലൈഹിസ്സലാമാണ്. കാരണം മറ്റു നബിമാരെക്കാൾ കൂടുതൽ ഏടുകൾ അല്ലാഹു തആല അദ്ദേഹത്തിനാണ് നൽകിയത്. ഇനി അടുത്ത ചോദ്യം, ഈ കിതാബുകളും ഏടുകളും ഇപ്പോൾ നിലവിലുണ്ടോ? പരിശുദ്ധ ഖുർആൻ സുരക്ഷിതമായി നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവയുടെ സ്ഥിതി അതല്ല. അവയ്ക്ക് എന്ത് സംഭവിച്ചോ അത് നമുക്ക് നോക്കാം. അവയിൽ പലതും വിസ്മൃതമായി, പലതിലും കൈക്കടത്തലുകൾ ഉണ്ടായി, പലതും എഴുതി ചേർക്കപ്പെട്ടു. അപ്പോൾ ഇന്ന് നാം കാണുന്ന അവസ്ഥ എന്താണ്? ഈസാ നബി അലൈഹിസ്സലാമിന് അവതരിച്ച ഇഞ്ചീലോ മൂസാ നബി അലൈഹിസ്സലാമിന് അവതരിച്ച തൗറാത്തോ തന്റെ രൂപത്തിൽ ഇന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാസാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുന്നവർക്ക് നാശം. അവർ പറയുന്നു, ഇത് അല്ലാഹിൽ നിന്നുള്ളതാണ്. തുച്ഛമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവർ അങ്ങനെ പറഞ്ഞത്. അവർ എഴുതിയുണ്ടാക്കുന്നത് മൂലം അവർക്ക് നാശം. അതിലൂടെ അവർ സമ്പാദിക്കുന്നതും അവർക്ക് നാശം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വെച്ച് തൗറാത്ത് വായിച്ചു. അപ്പോൾ അവിടുന്ന് ഗൗരവത്തോടെ ഇങ്ങനെ പറഞ്ഞു, വലൗ കാന മൂസ ഹയ്യം മാ വസിയഹു ഇല്ലാ ഇത്തിബാഇ. അതായത് മൂസ അലൈഹിസ്സലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ പിന്തുടരുകയല്ലാതെ അദ്ദേഹത്തിന് നിർവാഹമുണ്ടാകുമായിരുന്നില്ല. അവസാന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ പൂർവ്വവേദങ്ങളെല്ലാം ദുർബലപ്പെട്ടു എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. മനുഷ്യന്റെ ഇരുലോക വിജയത്തിന് ആവശ്യമായതെല്ലാം അതിലുണ്ട്. അത് അന്ത്യനാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കുകയും ചെയ്യും. അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന الذിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതായത് നിശ്ചയം ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് നാമാണ്, നിശ്ചയം നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ആയത്തിൽ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അദ്ദിക്ർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിശുദ്ധ ഖുർആനിന്
വേറെയും പേരുകളുണ്ട്. അത് നമുക്ക് നോക്കാം. അൽ കിതാബ്, അൽ ഫുർഖാൻ, അത്തൻസീൽ എന്നിങ്ങനെ പല പേരുകളും ഖുർആനിനുണ്ട്. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായില്ലേ? ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നസ്ഇൽ, യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. 1 തൗറാത്ത്, 2 സബൂർ, 3 ഇഞ്ചീൽ, 4 ഖുർആൻ. ഇപ്പുറത്ത് നോക്കൂ. എ ദാവൂദ് അലൈഹിസ്സലാം, ബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സി മൂസ അലൈഹിസ്സലാം, ഡി ഈസ അലൈഹിസ്സലാം. ഇവിടെ അല്ലാഹു തആല അവതരിച്ച കിതാബുകളുടെയും ഇപ്പുറത്ത് അവ നൽകപ്പെട്ട നബിമാരുടെയും പേരുകൾ കൊടുത്തിരിക്കുന്നു. ഓരോന്നിനും യോജിച്ചതിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതുക. 1 തൗറാത്ത്, അതിന് ശരിയായ ഓപ്ഷൻ സി മൂസ അലൈഹിസ്സലാം. 2 സബൂർ, അതിന് ശരിയായ ഓപ്ഷൻ എ ദാവൂദ് അലൈഹിസ്സലാം. 3 ഇഞ്ചീൽ, അതിന് ശരിയായ ഓപ്ഷൻ ഡി ഈസ അലൈഹിസ്സലാം. 4 ഖുർആൻ, അതിന് ശരിയായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബി, സി എ ഡി ബി. അടുത്തത് ബാ. 1 ആദം അലൈഹിസ്സലാം, 2 ഷീസ് അലൈഹിസ്സലാം, 3 ഇദ്രീസ് അലൈഹിസ്സലാം, 4 ഇബ്രാഹിം അലൈഹിസ്സലാം. ഇപ്പുറത്ത് നോക്കൂ. എ 50 ഏടുകൾ, ബി 10 ഏടുകൾ, സി 10 ഏടുകൾ, ഡി 30 ഏടുകൾ. ഇവിടെ ഏടുകൾ നൽകപ്പെട്ട നബിമാരുടെ പേരും ഇപ്പുറത്ത് എത്ര ഏടുകൾ നൽകപ്പെട്ടു എന്നും കൊടുത്തിരിക്കുന്നു. ഓരോന്നിനും യോജിച്ചതിൻ്റെ ലെറ്റർ അതിന് നേരെ ചേർക്കുക. അപ്പം നമുക്ക് ചേർക്കാം. 1 ആദം അലൈഹിസ്സലാം, അതിന് ശരിയായ ഓപ്ഷൻ സി 10 ഏടുകൾ. സി എന്നും എഴുതാം, ബി എന്നും എഴുതാം, കാരണം രണ്ടിനും ഒരേ ഓപ്ഷൻ തന്നെയാണ്, 10 ഏടുകൾ. 2 ഷീസ് അലൈഹിസ്സലാം, അതിന് ശരിയായ ഓപ്ഷൻ എ 50 ഏടുകൾ. 3 ഇദ്രീസ് അലൈഹിസ്സലാം, അതിന് ശരിയായ ഓപ്ഷൻ ഡി 30 ഏടുകൾ. 4 ഇബ്രാഹിം അലൈഹിസ്സലാം, ബി എന്നും എഴുതാം, സി എന്നും എഴുതാം, 10 ഏടുകൾ. മനസ്സിലാകില്ലേ? സി എ ഡി ബി അല്ലെങ്കിൽ ബി എ ഡി സി. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. നമുക്ക് പൂരിപ്പിക്കാം. 1 അല്ലാഹു തആല ഡാഷ് കിതാബുകൾ അവതരിപ്പിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് 4. അല്ലാഹു തആല 4 കിതാബുകൾ അവതരിപ്പിച്ചു. 2 വിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ ഡാഷ് എല്ലാം ദുർബലപ്പെട്ടു. അവിടെ പൂരിപ്പിക്കേണ്ടത് പൂർവ്വവേദങ്ങൾ. വിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ പൂർവ്വവേദങ്ങളെല്ലാം ദുർബലപ്പെട്ടു. 3 മനുഷ്യന്റെ ഡാഷ് വിജയത്തിന് ആവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇരുലോക. മനുഷ്യന്റെ ഇരുലോക വിജയത്തിന് ആവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്. 4 പരിശുദ്ധ ഖുർആൻ ഡാഷ് വരെ സുരക്ഷിതമായി നിലനിൽക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് അന്ത്യനാൾ. പരിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കും. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ ഒന്നാമത്തെ ചോദ്യം അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യർ എങ്ങനെ അറിയും? ഉത്തരം അതിനാണ് അല്ലാഹു തആല മുർസലുകളെ നിയോഗിച്ചത്. രണ്ടാമത്തെ ചോദ്യം വിശുദ്ധ ഖുർആൻ അല്ലാത്ത വേദഗ്രന്ഥങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്? ഉത്തരം പരിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ പൂർവ്വവേദങ്ങളെല്ലാം ദുർബലപ്പെട്ടു. മൂന്നാമത്തെ ചോദ്യം തൗറാത്ത് വായിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? കൂട്ടുകാർക്ക് ആ ഉത്തരം എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ആ അറബി വാചകത്തിൻ്റെ അർത്ഥം മാത്രം കൂട്ടുകാർക്ക് പറഞ്ഞു തരാം. അത് എഴുതിയാൽ മതി. മൂസ അലൈഹിസ്സലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ പിന്തുടരുകയല്ലാതെ അദ്ദേഹത്തിന് നിർവാഹമുണ്ടാകുമായിരുന്നില്ല. നാലാമത്തെ ചോദ്യം പരിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റു പേരുകൾ. ഉത്തരം അൽ കിതാബ്, അൽ ഫുർഖാൻ, അത്തൻസീൽ. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ കൊടുത്തിരിക്കുന്നത് അല്ലാഹു തആലയുടെ നിയമങ്ങൾ എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. അസ്സലാമു അലൈക്കും. അല്ലാഹു തആലയുടെ നിയമങ്ങൾ എന്ന വിഷയത്തിൽ 2 വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അവൻ്റെ മനുഷ്യ സൃഷ്ടികൾക്കായി ധാരാളം നിയമങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. ഭൂമിയിൽ മനുഷ്യ ഉത്ഭവം ഉണ്ടായ അന്ന് മുതലേ അല്ലാഹു അവന് വേണ്ട നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാമാണ് മനുഷ്യപിതാവ്. അദ്ദേഹത്തിലൂടെയായിരുന്നു ആദ്യമായി മനുഷ്യന് ആവശ്യമായ
നിയമസംഹിതകൾ അള്ളാഹു നൽകിയത്. അദ്ദേഹം അത് തൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു. അങ്ങനെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ നിയമങ്ങൾ സ്ഥിരപ്പെട്ടു. ഇസ്ലാമിക നിയമം തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ തരത്തിലുള്ളതും ഒരേ ഘടനയിലുള്ളതുമായത് കൊണ്ട് തന്നെ ആ തുടർച്ചയുടെ ഒടുവിൽ സമ്പൂർണമായ ഒരു നിയമസംഹിത സ്ഥാപിക്കുകയെന്നത് സ്വാഭാവികവും സാധ്യമാകുന്നതുമായിരുന്നു. മനുഷ്യൻ്റെ ഇഹപര വിജയത്തിന് ഇങ്ങനെയൊരു നിയമസംഹിത കൂടാതെ കഴിയില്ല. അത്തരമൊരു നിയമസംഹിതയുടെ അഭാവത്തിൽ മനുഷ്യന് തൻ്റെ ശേഷികളെ ശരിയായ വിധത്തിൽ വിനിയോഗിക്കാനോ പൂർണ്ണത കൈവരിക്കാനോ സാധ്യമല്ല. ഇസ്ലാമിക നിയമം അത് അള്ളാഹുവിൻ്റെ നിയമം എന്നതാണ്. അതവൻ അവൻ്റെ മനുഷ്യ സൃഷ്ടികൾക്ക് നൽകപ്പെട്ടതാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാമിക നിയമം അതിൻ്റെ പൂർണ്ണതയിലെത്തി. യാതൊരു നിയന്ത്രണവുമില്ലാതെ തോന്നിയ പോലെ ജീവിക്കാനല്ല മനുഷ്യനെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഏതു മാർഗം തിരഞ്ഞെടുക്കണമെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കുകയല്ല വേണ്ടത്. അള്ളാഹു എന്ത് കൽപ്പിച്ചുവോ അതനുസരിച്ചാവണം മുന്നോട്ടു പോകേണ്ടത്. ആ വഴി മാത്രമാണ് യഥാർത്ഥ വഴി. ആ വഴിയിൽ പ്രവേശിച്ചവൻ പരാജയപ്പെടുകയില്ല. അതനുസരിച്ചവൻ മാത്രമാണ് വിജയിക്കുക എന്നത് തീർച്ച. അള്ളാഹു അവൻ്റെ വഴി അനുസരിച്ച് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സമയപരിമിതി മൂലം ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതുപോലെയുള്ള ക്ലാസ് 6 എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ പാഠത്തിൻ്റെയും തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കിട്ടുന്നതാണ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.